ആദ്യം ഗോപകുമാർ സാർ ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ 42 വർഷങ്ങൾക്ക് ശേഷം പുതിയ ജില്ലകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാകുന്നു. നേരത്തെ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞ കാര്യം MLA തന്നെ വേദിയിലെടുത്തി, മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ വ്യക്തമായ ചില കാര്യങ്ങൾ പറയുന്നു. മുൻപ് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ 1982 ശ്രീ കെ കരുണാകരൻ പറഞ്ഞു നിർത്തിയത് ഇപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും ആ വഴിക്ക് തന്നെ ചർച്ചകൾ തുടങ്ങി വെക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെ സാർ എങ്ങനെയാണ് കാണുന്നത്? നിരവധി വികാരങ്ങളുണ്ട്, പ്രാദേശികമായ വികാരങ്ങൾ, വ്യാവസായിക താല്പര്യങ്ങൾ, കാർഷിക താല്പര്യങ്ങൾ, ഇപ്പോൾ മാറി വരുന്ന ജനസംഖ്യയുടെ കണക്കുകൾ പലതും മുന്നിലുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ അതിനെങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? ജില്ലകളുടെ രൂപീകരണത്തിന് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പൂർണ്ണ അധികാരമുണ്ട്. അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് 802 ജില്ലകളാണുള്ളത്. ഇനിയും ജില്ലകളുണ്ടാകുന്നുള്ളൊരു വസ്തുതയാണ്. കാരണം 147 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ രാജ്യത്ത് ജനങ്ങളുടെ എണ്ണം മാത്രമല്ല, ജനസംഖ്യ മാത്രമല്ല, ദൈനംദിനം ഉയരുന്ന ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ, ഭരണപരമായ ഉത്തരവാദിത്വങ്ങൾ, ഇങ്ങനെ പലതും അടിക്കടി ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ ഒരു സൽഭരണം കാഴ്ചവെക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ കൂടുതൽ അടുത്തു നിന്ന് ഭരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലകൾ കൂടുതൽ വരുന്നതിനെ തത്വത്തിൽ നമുക്കതിനെ എതിർക്കാൻ പറ്റില്ല. അത് കാരണം ജനങ്ങൾക്ക് കൂടുതൽ സർവീസസ് കിട്ടും, ആ സേവനങ്ങൾ കിട്ടാൻ കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് പൊതുവായി പറയേണ്ടത്. അപ്പോൾ കേരളത്തിൽ 56 നമ്മൾ 9 ജില്ലകളായിട്ട് തുടങ്ങിയതാണ്. പിന്നെ 10, 11, 12, 13 അങ്ങനെ 14 ജില്ല, ഒടുവിൽ പത്തനംതിട്ടയും വയനാടും ഒക്കെ വന്ന് കാസർഗോഡും ഒക്കെ വന്നപ്പോൾ 14 ജില്ല പൂർണ്ണമായിട്ട് വന്നു. ഇപ്പോൾ 3 ജില്ലകളുടെ പേരാണ് നമ്മൾ കേൾക്കുന്നത്. അതിൽ മൂവാറ്റുപുഴയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശമാണ് ഇപ്പോൾ അത് ചർച്ചയ്ക്ക് ചൂടുപിടിച്ചിരിക്കുന്നത്. അതേസമയം മലപ്പുറം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും പുതിയ ജില്ലകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള ചർച്ച കുറേ നാളായിട്ടുണ്ട്. മലപ്പുറത്തിനോടൊപ്പം തിരൂർ വരാൻ സാധ്യതയുണ്ട്, തിരുവനന്തപുരത്തോടൊപ്പം നെയ്യാറ്റിൻകര വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ കാണുന്ന 1-2 പ്രശ്നങ്ങൾ കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കാം. പൊടുന്നനവേ തന്നെ ജില്ലാ പ്രഖ്യാപനം നടക്കില്ല. സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ സെൻസസ് 26 ഡിസംബറിൽ അവസാനിച്ചാലും സ്വാഭാവികമായിട്ടും അത് 6 മാസമോ 1 വർഷം കൂടി വീണ്ടും നീട്ടാൻ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ആവശ്യം വരും. സെൻസസ് തന്നെ കാരണം അപൂർണമായി അപൂർണമായി ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ 1 വർഷം പോകും. പിന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ തന്നെ ഇക്കാര്യത്തിൽ പഠിക്കാൻ സമയം വേണമെന്നുള്ളത് കൊണ്ടും അത് തീർച്ചയായിട്ടും സമയമെടുക്കും. അപ്പോൾ ചുരുക്കത്തിലൊരു 2029 നമ്മളിത് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് എന്നെനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ താലൂക്ക് വിഭജനമൊക്കെ ചില കീറാമുട്ടികളുണ്ടാക്കും. ഇപ്പോൾ റവന്യൂ ഭരണത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്നത് വളരെ പെട്ടെന്ന് ഇത് നടപ്പിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ജനസംഖ്യ മാത്രമല്ല ഒരു ഘടകമെന്ന് പറയുന്നത്. ജനസംഖ്യ അതോടൊപ്പം ഇന്ത്യയിൽ തന്നെ വലിയ ജില്ലകളുള്ള ചില സംസ്ഥാനങ്ങളുണ്ട്. ഒരു സമയത്ത് മധ്യപ്രദേശിൻ്റെ ഭാഗമായിരുന്ന ബസ്താർ ജില്ല, ആ ഒരൊറ്റ ജില്ല കേരളത്തേക്കാൾ വലുതായിരുന്നു പഴയ കാലത്ത്, ഞാൻ പറയുന്നത്. ഇപ്പോൾ അത് വേറെ സംസ്ഥാനത്തിലേക്ക് മാറി. ഇപ്പോഴും പ്രധാനപ്പെട്ട വലിയ ജില്ലകളിൽ ഇപ്പോൾ രാജസ്ഥാനിലും ലഡാക്കിലെ ലേയും അങ്ങനെ തുടങ്ങിയ വലിയ വലിയ ജില്ലകളുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിൽ തന്നെ 1 കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു ജില്ലയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്കൊരു ക്ലീനായിട്ട് ഇന്ന സ്കെയിലാണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജനസംഖ്യ അടിസ്ഥാനം മാത്രം എടുക്കാൻ പാടില്ല. ഇപ്പോൾ വയനാട് ജില്ല വന്നത് എത്ര ഉപകാരം ചെയ്തു, വളരെ നല്ലതാണ്. അതേപോലെ നമ്മളിപ്പോഴും വായിക്കുന്നുണ്ട് പത്തനംതിട്ടയിലും മറ്റ് ചില മേഖലകളിലുമൊക്കെ ഈ ആദിവാസി ആൾക്കാർക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ പുഴ കടന്നു വരണം, പാലമില്ല. അപ്പോൾ ആക്സസിബിലിറ്റി ഒരു പ്രധാന പ്രശ്നമാണ്. ഡെൻസിറ്റി ഓഫ് ദി ഡിസ്ട്രിക്റ്റ് ഒരു പ്രോബ്ലമാണ്. ജനസംഖ്യയോടൊപ്പം തന്നെ ഒരുപക്ഷെ ജനസംഖ്യയേക്കാൾ പ്രധാനമായിട്ട് വരുന്നത് അവിടെ ജനങ്ങൾക്ക് അവരുടെ സർവീസസ് കിട്ടാൻ, സർക്കാരിൻ്റെ സർവീസസ് കിട്ടാൻ എത്ര ആക്സസിബിളാണ് എന്നുള്ളതിന് പരമപ്രാധാന്യം കൊടുക്കണം. അതോടൊപ്പം ഡെൻസിറ്റി, സംസ്ഥാനത്തെ ആ ജില്ലയുടെ വലിപ്പം. ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നു, പഴയ തിരുവനന്തപുരം ജില്ല കന്യാകുമാരി വരെ ഉണ്ടായിരുന്നു. 56-ലാണത് ബൈഫർക്കറ്റ് ചെയ്ത് തിരുവനന്തപുരം ജില്ലയും കന്യാകുമാരി വേറെ നാഗർകോവിലിൻ്റെ ഭാഗമായി മാറിയത്. അപ്പോൾ അങ്ങനെ വേറെ സംസ്ഥാനവുമായി. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു പ്രക്രിയയാണ്, ഇതൊരു എവല്യൂഷനാണ്. അപ്പോൾ അത് അൺഫോൾഡ് ചെയ്ത് അത് വരും, ആ സാഹചര്യം എടുക്കും. പക്ഷേ ഇതിന് അതിൻ്റേതായ ശ്രമങ്ങളും ഉത്തരവാദിത്വങ്ങളുമുണ്ട്. വളരെ പെട്ടെന്നൊരു ജില്ല പ്രഖ്യാപിച്ച് അങ്ങ് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലമല്ല. ഇതിന് റവന്യൂ വകുപ്പിന് നിർണായകമായ ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാകണം. അതിന് ഏറ്റവും പ്രധാനം ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്വമാണ്. അവർ നൽകുന്ന പഠനത്തിൻ്റെ ശുപാർശയാണ് അസംബ്ലിയിലും മറ്റും ചർച്ച ചെയ്തൊരു തീരുമാനമായിട്ട് എടുക്കേണ്ടത്.